സുഹൃത്തുക്കളെ, അപ്പോൾ ഒരു പഴയ മോഡൽ വിഗോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ കസ്റ്റമർ പറഞ്ഞു ഒട്ടും വണ്ടിക്ക് വലിയില്ല. നമ്മൾ ക്ലച്ച് പുള്ളി അഴിച്ചു നോക്കിയ സമയത്ത് അതിൻ്റെ പാഡ് നന്നായിട്ട് ക്ലച്ച് ഷൂ നന്നായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ വണ്ടി നമ്മൾ അതിൻ്റെ വേരിയേറ്റർ കാര്യങ്ങളൊക്കെ അഴിച്ചു നോക്കിയപ്പോൾ ഇതാണ്ടല്ലേ. പിന്നെ ഇതിൻ്റെ റോളർ അതുപോലെ തന്നെ വി ബുഷ് അത് മാറ്റാനായിട്ടുണ്ട്, കംപ്ലീറ്റ് തേഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റണം, ഒട്ടും വലിയ ഉണ്ടാവില്ല അല്ലെങ്കിൽ. പിന്നെ ബെൽറ്റ് നോക്കിയ സമയത്ത് ബെൽറ്റും അത്യാവശ്യം പൊട്ടാനായിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്തായിരിക്കും പൊട്ടുക. അപ്പോൾ അതൊക്കെ എന്തായാലും ചേഞ്ച് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ ഈ ക്ലച്ച് അയച്ച് നോക്കിയപ്പോൾ കണ്ടോ, ക്ലച്ചിൻ്റെ കംപ്ലീറ്റ് ഓയിൽ, അതായത് നമ്മൾ ക്രാങ്ക് സൈഡ് വരുന്ന ക്ലച്ചിനുള്ള ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് വരുന്ന ഓയിൽ സീൽ പോയതുകൊണ്ടാണ് ഓയിൽ ഈ സൈഡിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ ഓയിൽ സീൽ ഉണ്ടാവുക. ഈ സെൻറ്ററിൽ കാണുന്ന ഓയിൽ സീൽ പോയതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഓയിൽ സീൽ കിറ്റായിട്ട് എടുക്കേണ്ടി വരും. പിന്നെ ഈ ഒരു പാക്കിംഗ് ഇല്ലേ, ഈ ഒരു പാക്കിങ് നമുക്ക് മാറ്റാം. ഡാമേജ് ഉണ്ടെങ്കിൽ മാറ്റാം, മാറ്റിയില്ലെങ്കിലും പ്രശ്നമില്ല. ഡാമേജ് ഒന്നും ഇല്ലെങ്കിൽ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യണം. ഇത് നമുക്ക് കിറ്റായിട്ടായിരിക്കും കിട്ടുക. സെപ്പറേറ്റ് കിട്ടുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. അപ്പോൾ കിറ്റായിട്ട് എന്തായാലും കിട്ടും, ചിലപ്പോൾ സിംഗിളായിട്ട് കിട്ടുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഐറ്റംസും കൂടെ ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ വി ബുഷ് എടുക്കുന്നതെന്ന് വെച്ചാൽ ബാൻഡോൻ്റെ, അത് റോളറും ബാൻഡോൻ്റെയാണ് എടുക്കുന്നത്. 56 പിന്നെ അതേപോലെ തന്നെ 186 രൂപ. പിന്നെ ഇതെന്ന് പറയുമ്പം നമ്മുടെ 150 രൂപ വരുന്നത് തോന്നുന്നു. കിറ്റ് 53, ഓയിൽ സീൽ കിറ്റ് വരുന്നത്. പിന്നെ നമ്മളെ ക്ലച്ച് ഷൂവിന് വരുന്ന റേറ്റ്, നമ്മൾ മിണ്ടയുടെ സാധനം എടുത്തേക്കുന്നത്, ക്ലച്ച് ഷൂ എടുത്തേക്കുന്നത് മിണ്ട കമ്പനിയുടെയാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 794 രൂപയാണ് ആ ക്ലച്ച് ഷൂവിന് വരിക. ഇച്ചിരി റേറ്റ് ഉണ്ട് ഇനി സാധനത്തിന്. പിന്നെ അതേപോലെ ബെൽറ്റിന് ബാൻഡോൻ്റെ തന്നെ ബെൽറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 420 രൂപ ആ റേഞ്ചിൽ ബെൽറ്റിന് വരുന്നുണ്ട്. പിന്നെ നമ്മൾ എയർ ഫിൽറ്റർ അഴിച്ചു നോക്കിയ സമയത്ത് നല്ല ഡാമേജാണ്, അതായത് ഫുള്ള് ദ്രവിച്ച് പോയ പോലെയുള്ളത്. അപ്പോൾ ഈ ഒരു എയർ ഫിൽറ്റർ എന്നാണെങ്കിലും ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു എയർ ഫിൽറ്റർ നമ്മൾ സ്റ്റീൽ ബേർഡിൻ്റെ എയർ ഫിൽറ്റർ എടുത്തേ, അതിനിപ്പോൾ ഏകദേശം 90 രൂപ 94 രൂപ കണ്ട് റേറ്റ് വരുന്നുണ്ട്. സ്റ്റീൽ ബേർഡിൻ്റെ സാധനം എടുത്തു. അപ്പോൾ ഈ എയർ ഫിൽറ്റർ എന്നാണെങ്കിൽ നമ്മൾ മാറേണ്ടി വരും, അത്ര മോശമാണ് അതിൻ്റെ കണ്ടീഷൻ. ഇതാണ് നമ്മൾ എടുത്ത സ്റ്റീൽ ബേർഡിൻ്റെ എയർ ഫിൽറ്റർ. അപ്പോൾ ഗൈസ്, ഇത്രയും ഐറ്റംസൊക്കെ മാറി വണ്ടി അത്യാവശ്യം വലിയ കാര്യങ്ങളൊക്കെ ആയി. വണ്ടി എന്നാണേലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ ഇറക്കി വിട്ടു.